ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ആണ്. ഇൻഡിഫറൻസ് കർവ് എന്ന ആ കൺസെപ്റ്റ് നമ്മളൊന്ന് റീകോൾ ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണ് ഇൻഡിഫറൻസ് കർവ്? അത് പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് റിക്വസ്റ്റ് ഉള്ളത്, നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്ക് പരിചയമുള്ള +1 +2 സ്റ്റുഡൻസിന് അവരോട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും പറയണം. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. 3 ഫീച്ചേഴ്സ് ആണ് ഇൻഡിഫറൻസ് കർവിനുള്ളത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു എന്താണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് വേരിയസ് സെറ്റ് ഓഫ് കോമ്പിനേഷൻസ് വിത്ത് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ് ചെയ്യുന്നത് വ്യത്യസ്തമായ കോമ്പിനേഷനുകളും അതിൽ നിന്ന് കിട്ടുന്ന ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ സെയിമും. ഈ 2 ഫാക്ടേഴ്സ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. വ്യത്യസ്തമായ കോമ്പിനേഷനുകളിൽ നിന്ന്, സെറ്റ് ഓഫ് കോമ്പിനേഷനുകളിൽ നിന്ന് ഈക്വൽ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന അത്തരം കോമ്പിനേഷനുകളെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കർവാണ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ഇതാണ് അതിനെ കുറിച്ചുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവിലേക്ക് വരാം. 3 പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ് ആണ് ഇൻഡിഫറൻസ് കർവിനുള്ളത്. ഒന്നാമത്തെ ഫീച്ചർ ആണ് ഇൻഡിഫറൻസ് കർവ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ് ബുക്സ് ഇൻഡിഫറൻസ് കർവ് ഈസ് ലീനിയർ. മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ 2 ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഈ 3 പ്രോപ്പർട്ടീസ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഒരു സബ്ജക്റ്റ് ആണ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. അപ്പൊ അങ്ങനെ വരും. നമുക്ക് ആദ്യത്തെ ഒരു പ്രോപ്പർട്ടി ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയെടുക്കാം. എന്താണ് ആദ്യത്തെ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ആദ്യത്തെ ഫീച്ചർ? ഇൻഡിഫറൻസ് കർവ് മൂവ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഡൗൺവേർഡ്സ് ആൻഡ് ഇറ്റ് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ. ഇത് നമ്മളിങ്ങനെ പറയുമ്പോൾ ഇതിന് നമ്മൾ പ്രൂഫ് കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്? നമുക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് നമ്മുടെ ബോർഡിലേക്ക് നോക്കാം. A common indifference curve. It moves from left to right downwards. ഈ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഒരു സാധാരണ ഇൻഡിഫറൻസ് കർവ് ഇടത്തു നിന്ന് വലത്തോട്ട് താഴേക്ക് മൂവ് ചെയ്യുന്ന ഒറിജിനൽ കോൺവെക്സ് ആയിരിക്കുന്ന ഒരു ഇൻഡിഫറൻസ് കർവാണ് നമ്മൾ വരച്ചത്. ഈ കോൺവെക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എങ്കിലും ഒന്നുകൂടെ പറയാം. കോൺവെക്സ് ടു ഒറിജിൻ മീൻസ് ഒറിജിനിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ദിസ് കർവ് പ്രൊജക്ട് ടു ഒറിജിൻ. ഒറിജിനിലേക്ക് ഇങ്ങനെ മുഴച്ചിരിക്കുന്നത് കാണാം. കോൺകേവ് ആണെങ്കിൽ ഇവിടെ വരച്ചത് നമ്മുടെ സബ്ജക്റ്റ് ഇല്ല എങ്കിലും പറയാം. ഒറിജിനിൽ നിന്ന് നോക്കിയാൽ ഇത് പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് ഒറിജിന്റെ പുറത്തേക്കാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഗുഹ പോലെ നമുക്ക് തോന്നും. അതാണ് കോൺകേവ് എന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി ഓഫ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദാറ്റ് ഇൻഡിഫറൻസ് കർവ് ഈസ് ലീനിയർ ഇൻ ദി കേസ് ഓഫ് പെർഫെക്റ്റ് ഗുഡ്സ്. പെർഫെക്റ്റ് ഗുഡ്സിന്റെ കേസിൽ ലീനിയർ ആയിരിക്കും. ലീനിയർ എന്ന് പറഞ്ഞാൽ അത് കോമൺ ഇൻഡിഫറൻസ് കർവ് അല്ല, അത് പെക്യുലർ കേസ് ആണ്. പെർഫെക്റ്റ് ഗുഡ്സിന്റെ കേസിൽ മാത്രം. കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് പെർഫെക്റ്റ് ആണെങ്കിൽ അതിന്റെ ഇൻഡിഫറൻസ് കർവ് ലീനിയർ ആയിരിക്കും, അത് സ്ട്രൈറ്റ് ആയിരിക്കും. ഇതാണ് 2 ടൈപ്പ് ഇൻഡിഫറൻസ് കർവ്. ഇത് ഞാൻ അറിയാൻ വേണ്ടി വെച്ചു. ഇത് നമുക്ക് ഇതിലേക്ക് വരാം. Why is it moves from left to right downwards and convex to origin? അപ്പൊ അതിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ഈ ടേബിളിലേക്ക് വരാം. ഈ ടേബിളിൽ നമ്മൾ 4 കോമ്പിനേഷൻ ഓഫ് സെറ്റ് ഓഫ് കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. കോമ്പിനേഷനിൽ മാംഗോയും ബനാനയും മാത്രമേ. അതാണ് പഠിക്കാൻ എളുപ്പത്തിനാണ് ഈ 2 ബുക്സ് മാത്രമാണ് സെറ്റുകൾ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഏതുള്ള കോമ്പിനേഷനിൽ 15 മാംഗോ 1 ബനാന, ബിയിൽ 12 മാംഗോ 2 ബനാന, സിയിൽ 10 മാംഗോ 3 ബനാന, ഡിയിൽ 9 മാംഗോ 4 ബനാന. If we move from A to B, എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ we sacrifice 3 mango and add 1 banana.
As like if we move from B to C, we sacrifice 2 banana and add 1 banana. 2 mango and add 1 banana. If we move from C to D, we sacrifice 1 mango and 1 banana. അപ്പോൾ ഒരു ബനാന ആഡ് ചെയ്യും, ഒരു മാംഗോ സാക്രിഫൈസ് ചെയ്യും. അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. 3:1 എന്ന് പറഞ്ഞാൽ 3 എണ്ണം സാക്രിഫൈസ് ചെയ്ത് ഒരെണ്ണം നമ്മൾ വാങ്ങിച്ചിരിക്കും. 2 എണ്ണം സാക്രിഫൈസ് ചെയ്ത് ഒരെണ്ണം കൂടെ വാങ്ങിച്ചിരിക്കും. ഒരെണ്ണം സാക്രിഫൈസ് ചെയ്ത് ഒരെണ്ണം വാങ്ങിച്ചിരിക്കും. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇതിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ സാക്രിഫൈസിങ് മാർജിൻ 3യും ആഡിങ് മാർജിൻ 1ഉം. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ സാക്രിഫൈസിങ് മാർജിൻ 2ഉം ആഡിങ് മാർജിൻ 1ഉമാണ്. ആഡിങ് മാർജിന് യാതൊരു ചേഞ്ചും വരുന്നില്ല. But the sacrificing margin changes. It diminishes from 3 to 2 to 1. That means adding commodities നിന്ന് അല്ലെങ്കിൽ ആഡിങ് കമ്മോഡിറ്റി എന്ന് പറയുന്നത് ബനാനയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവല് കുറഞ്ഞു വരുന്നത് കൊണ്ടാണ് ഇവിടെ ഇതും കുറയുന്നത്. 3 മാംഗോയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ 3 മാംഗോക്ക് ഈക്വൽ ആയിട്ടുള്ള ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഒരു ബനാന തന്നിരുന്നെങ്കിൽ നെക്സ്റ്റ് കൺസംഷൻ 2 മാംഗോക്ക് ഈക്വൽ ആവുന്നത് ഒരു ബനാന തരുന്നു. അടുത്ത കൺസംഷൻ 1 മാംഗോക്ക് ഈക്വൽ ആവുന്നത് ഒരു ബനാന തരുന്നു. അപ്പോ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കുറയുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. ഇങ്ങനെ ഡിമിനിഷിംഗ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇൻഡിഫറൻസുകൾ ഇടത്തു നിന്ന് വലത്തോട്ട് ഒറിജിനൽ കോൺവെക്സ് ആയി മൂവ് ചെയ്തിട്ടുണ്ട്. ആ കോമ്പിനേഷൻസിന്റെ പോയിന്റ്സ് എല്ലാം നമ്മൾ ഇൻഡിഫറൻസുകളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ABCD. എയുടെ കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു, അതുകൊണ്ട് 15:1. ബിയുടെ കോമ്പിനേഷൻ പറഞ്ഞു 12:2. സിയുടെ കോമ്പിനേഷൻ പറഞ്ഞു 10:3. ഡിയുടെ കോമ്പിനേഷൻ പറഞ്ഞു 9:4. എക്സ് ആക്സിസിൽ ബനാനയും വൈ ആക്സിസിൽ മാംഗോയുമാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. മാംഗോ ആണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്, ബനാനയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് ഈ പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ വരയ്ക്കുന്നത് ഈ ഡൈനാമിക് ഡിഫറൻസ്. This is a common difference. ഈ കോമൺ ഡിഫറൻസുകളുടെ പ്രോപ്പർട്ടി എന്ന് പറയുന്നതാണ് it moves downwards from left to right and convex to opposite. ഇന്നത്തെ ക്ലാസ്സിൽ ഇത് മാത്രമാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്.